നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കൊണ്ട് വിശേഷം ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇച്ചിരി വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നും ഇത് പറയാൻ നേരമുള്ളൂ എന്ന് ചോദിക്കൂല്ലേ. പിന്നെ അതുപോട്ടെ. അപ്പോൾ ഇന്നില്ലേ ഞാൻ ബഡ്ജറ്റ് റേറ്റിലുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരികളും തീരെ ബഡ്ജറ്റ് റേറ്റ് അല്ലാത്ത അടിപൊളിയായിട്ടുള്ള വേറെ കുറച്ച് സാരികളും കാണിക്കാനുള്ള എളുപ്പത്തിന് ഇന്ന് സ്ഥലം മാറിയാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനത്തെ സാരികൾക്ക് ഒത്തിരി ഡിമാൻഡുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച വെറും 850 അങ്ങനെ ഏതാണ്ടേ ഉള്ളൂ റേറ്റ്. ഇതുണ്ടോ, ഈ പാർട്ട് വരുന്ന മുന്താണി, നല്ല മുന്താണിയുടെ ആ ഭംഗി നിങ്ങൾ ആസ്വദിക്കുവിൻ. ഇത്ര രസമൊന്നും ഇത് കാണുന്ന പോലെ തന്നെ. ഇതുണ്ടോ, സോഫ്റ്റാണ്, ഭയങ്കര കണ്ടാൽ ഒരുമാതിരി പടുപടാന്ന് നിൽക്കുമെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തേ. മുന്താണി കണ്ടോ, ഭയങ്കര നരസായിട്ടുള്ള മുന്താണിയാണ്. ഇതിപ്പോൾ ശരിക്കും പറയാം നമ്മുടെ വില കൂടിയ സാരികൾക്കൊക്കെ 2000, 3000, 5000 ഒക്കെ വരുന്ന സാരികൾക്കൊക്കെ വരുന്ന അതേ വീവിങ്ങും കാര്യങ്ങളും ബ്രൊക്കേഡായിട്ടുള്ള മുന്താണിയാണ്. എനിക്ക് സൗണ്ട് ഇവിടെ വരുമ്പോൾ ഇച്ചിരി സൗണ്ട് കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്, കാരണം ഇത് റോഡിൻ്റെ വശമാണ്. അപ്പം എനിക്ക് സൗണ്ടാണെങ്കിൽ ഇച്ചിരി കുറവാണ്. സാരി കാണിക്കും. ഇങ്ങനെ ബുട്ടാസ് വരും സാരിയിൽ, ബോഡി സാരിയുടെ ബോഡി. ഇതിപ്പോൾ ഒരു നല്ല ബോട്ടിൽ ഗ്രീൻ്റെ നല്ലൊരു ഷെയ്ഡ്. ആ ബുട്ടാസ് വരുന്നത് ഭയങ്കര ഒരു ഭംഗിയാണ്. ഇനി ബ്ലൗസ് കാണിച്ചു തരാം. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മെറൂൺ കളർ വരും ബ്ലൗസ്. സാരി ഗ്രീന്, ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഒരു കോപ്പർ ബോർഡർ വരും, കോപ്പർ ബുട്ടാസ് വരും. ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് വരും. ഇനി അത് ശരീരത്ത് വെച്ചൊന്ന് കാണിച്ചു തരാം. നമ്മൾ മോഡലിനെ വെച്ച് ഇതൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സാരിയുടെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമെങ്കിൽ കേട്ടോ. ഇത് 850 രൂപയുടെ സാരി അഞ്ചു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ശരിക്കും ഞാൻ ചോദിക്കുക. ഒരു 1500 2000 മേളിലോട്ട് എമൗണ്ട് പറഞ്ഞാൽ പോലും അത്രയ്ക്ക് മതിപ്പ് തോന്നിക്കുന്ന സാരിയാണ്. അതിൻ്റെ സ്റ്റഫാണെങ്കിലും അതെ. സാധാരണ വില കുറയുമ്പോൾ ഈ സിന്തറ്റിക് മിക്സ് വന്നിട്ട് സ്റ്റഫിന് നമുക്കൊരു ഗമാലിറ്റി ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാവുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സിന്തറ്റിക് മിക്സ് ആണ് എന്ന് തോന്നിക്കും. പക്ഷേ ഇതങ്ങനെ തോന്നിക്കുന്നേയില്ല. ഇതിൻ്റെ വീവിങ് ആണെങ്കിലും അതെ, എല്ലാം ആണെങ്കിലും അതെ. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളത് മുന്താണി. ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാവേ. ഇതിന് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മുന്താണിക്ക് മാത്രമാണ്. ഇതിപ്പോൾ ഒരു നല്ലൊരു പൊന്മാൻ നീല കളർ എന്നൊക്കെ പറയുന്ന ഒരു കളറ്. എന്നിട്ട് ബോർഡർ ഇങ്ങനെ ബൂട്ടാസ് വരും. ഇങ്ങനെ കണ്ടോ, അതിൻ്റെ ആ സ്റ്റഫ് കണ്ടോ നിങ്ങൾ? അതാണ് നല്ലൊരു സ്റ്റഫാണിത്. ഇത് ചെറുതല്ല കേട്ടോ, ഇങ്ങനെ വലിയ മുന്താണിയാണ്. കണ്ടോ, ഇങ്ങനെ വരും മുന്താണി. ഇനിയില്ലേ, ഇതിനകത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന കളേഴ്സാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട്, അതായത് കോൺട്രാസ്റ്റ് വരുന്ന ആ മുന്താണിയുടെ കളർ പ്ലെയിൻ വന്നിട്ട് കയ്യിൽ ബോർഡർ. ആദ്യം കണ്ടതിൻ്റെ കോൺട്രാസ്റ്റ്, ആദ്യം കണ്ടത് പച്ച ബോഡിയായിരുന്നു, മെറൂൺ ഇതായിരുന്നു. ഇതിപ്പോൾ മെറൂൺ ബോഡി, മുന്താണി കണ്ടോ, അല്ല ബോർഡർ കണ്ടോ, നല്ല ഭംഗിയല്ലേ. മുന്താണി വരുമ്പോൾ പച്ചക്കളർ, ഇത് വരും മുന്താണി. കണ്ടോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ കളർ? സൂപ്പറാണോ? ചില വീഡിയോ കണ്ടിട്ട്, ഞാൻ ആ സാരീനെ കണ്ടിട്ട് വീഡിയോ നോക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് സങ്കടം വരും. ആ സാരി നേരെ കണ്ട എന്നാ രസമാണ്, വീഡിയോയിൽ അത്രയും ഒരു ഭംഗി കിട്ടുന്നില്ല എന്ന് പറയും. ഞാനൊന്നും ഓർക്കും, ഇവർക്ക് പറഞ്ഞൂടെ എന്നോട് ഇത്രയും ഭംഗി കിട്ടുന്നില്ല എന്ന് പറഞ്ഞൂടെ. നേവി ബ്ലൂ വിത്ത് കോപ്പർ ബോർഡർ, മെറൂൺ മുന്താണി. 850 റുപ്പീസ് ഒള്ളി. ഇതിപ്പോൾ എങ്ങനെയാണെന്നറിയോ, സാധാരണഗതിക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. വീഡിയോ ഇടുന്ന ആ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 4 ദിവസം 2 ദിവസം, അതെന്നെ കളിയാന്ന് എനിക്കറിയത്തില്ല, 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അന്വേഷകരാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് തള്ളി കയറി. അന്നേരം ഒന്നും അവൻ്റെ കാമാജിക്ക് എന്താ നിർത്തില്ല, യൂട്യൂബ് എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ്. അപ്പോൾ അന്നാണ് എല്ലാവരും വീഡിയോ കണ്ടതെന്ന് ഞാൻ ആലോചിക്കും. അതുപോലെ ആൾക്കാർ ചോദിക്കുന്നത്. നേരത്തെ ആ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴേ ഇങ്ങനെ വന്ന് അങ്ങ് പെട്ടെന്ന് ഓർഡർ തീർന്നു പോകുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനെന്തോ ഒരു അന്നേരം വരുന്നില്ലെന്നല്ല, അന്നേരം എൻക്വയറി വരുന്നില്ലെന്നല്ല, വരുന്നുണ്ട്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴാണ് എല്ലാവരും ഇത്
വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് സാരി കഴിഞ്ഞു. ഇനി വേറൊരു സാരി കാണിക്കാവേ. അടുത്ത സാരി ഇതാണ്. ഇത് വാടാമുല്ല ഷെയ്ഡ്. എന്നിട്ട് മുന്താണി വരുമ്പം ഇങ്ങനെ ഒരു രാമാഗ്രീൻ്റെ ഷെയ്ഡ്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ഇത് കണ്ടോ കോപ്പർ വീവിങ് ആണ്. ബൂട്ടാസ് അല്ല, പ്രിൻ്റ് അല്ല. വീവിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന ടൈപ്പ് വീവിങ് അല്ല ഇതിൻ്റെ ഉൾവശത്തും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ ഇതിൻ്റെ അകത്തെ വീവിങ് അങ്ങനെ. ചിലതെന്ന് പറഞ്ഞാൽ വീവിങ് ആകുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ നൂല് കുത്തിക്കൊള്ളും. ഈ സാരികളുടെ അങ്ങനല്ല. ഇത് വേണമെങ്കിൽ 2 സൈഡും തിരിച്ചു കൊടുക്കാവുന്ന പോലെയാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റ്, നമുക്ക് മേത്ത് കുത്തിക്കൊള്ളത്തില്ല. ഞാനൊക്കെയാണെങ്കിൽ അങ്ങനത്തെ സാരി എടുക്കത്തില്ല കേട്ടോ, ശരിക്കും ഞാൻ പറഞ്ഞ. അടുത്തതൊരു കളറ്, ഇത് നല്ല ആകാശ നീല, സ്കൈ ബ്ലൂ ഷെയ്ഡ്. ഞാൻ മുമ്പ് വേറെ എന്തോ പേരായിരുന്നു പറഞ്ഞത്. ഇത് തലതിരിച്ചാണ് കാണിക്കുന്നത്. മുന്താണി അങ്ങനല്ല, ഇങ്ങനെയാണ് മുന്താണി. കണ്ടോ പറയാമല്ലോ. ഇത് എൻ്റെ സ്റ്റാഫ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, ഞങ്ങളുടെ ബില്ലിങ് ഇരിക്കുന്ന സ്റ്റാഫേ ഭയങ്കര ഇന്നസെൻ്റ് ആട്ടോ. ഇന്നസെൻ്റ് എന്ന് പറയാൻ നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടല്ല, ആ ഒരു ഇന്നസെൻ്റ്. അവനെ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെ പേരൊന്ന് പറയാമോ, ഫോൺ നമ്പർ ഒന്ന് പറയാമോ. ഞാൻ എപ്പോഴും അനുകരിച്ച് കളിയാക്കുന്നതല്ല, നമ്മളിങ്ങനെ ഒരു ചുമ്മാ രസം, ഒരു ഫണ്ണി അത്രയാക്കുന്നേ ഉള്ളൂ. ഫോൺ നമ്പർ ഒന്ന് പറയും ഇങ്ങനെ ചോദിക്കുക. ഇപ്പം അവിടെ ഒന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒന്ന് മറുപടി കൊടുക്കുക, ആ പേര് പറയാമല്ലോ. കളിയാക്കിയതല്ല കേട്ടോ, കളിയാക്കുന്നതന്നെ. ഇപ്പം കളിയാക്കലൊക്കെ വേണം അല്ലേ ലൈഫിൽ. കളിയാക്കലും പൊട്ടിച്ചിരികളും പിന്നെ അതിൻ്റെ പേരിലുള്ള കരച്ചിലും പിന്നെ ആ കരങ്ങിയിട്ട് പിണങ്ങിയിട്ട് ഇണങ്ങും ഒക്കെ ചെയ്യണം. എന്നാലേ ഒരു ഇമ്പം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എന്നും ഒരേ ലെവലിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഇമ്പം ഉണ്ടാകത്തില്ലോ. ഇമ്പം ഉണ്ടാകണമെങ്കിൽ എന്നെ എടുക്കണം, തട്ടലും മുട്ടലും ഒക്കെ കേൾക്കണം. ഇത് കണ്ടോ, സെമി ടെസറി വരുന്നൊരു സാരിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, മോഡൽ ഉപയോഗിച്ചിട്ട് റീലായിട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഈ സാരി വീഡിയോ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് പറയുന്നു. പക്ഷേ ഞാൻ അതിന് ശേഷം കുറച്ച് ദിവസം വീഡിയോയ്ക്ക് എനിക്ക് ഗ്യാപ്പ് വന്നു, വയ്യാതെയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ വന്നത് കൊണ്ട് ഈ സാരി കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ കളേഴ്സും അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കളേഴ്സ് അവൈലബിൾ അല്ല, ഈ കളറേ ഉള്ളൂ. ഇത് മുന്താണിയുടെ വശമാണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കട്ട് വർക്ക്. സ്റ്റാൻഡേർഡ് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഇത് മുഴുവൻ കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഫ്ലവറിൻ്റെ ഷേപ്പിൽ, ഇപ്പോൾ ഈ സൂര്യകാന്തി പൂ എന്നൊക്കെ പറയുന്ന പോലെ നല്ലപോലെ പണിയെടുത്തിട്ടുള്ളതാണ് ഈ സാരിയിൽ. ബൂട്ടാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോഡി സെമി ടെസറാണ്. ബോഡിയെ വരുമ്പോഴും എല്ലായിടത്തും ആ ഒരു കട്ട് വർക്കാണ് പോന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. താഴത്തെ ബോർഡറിൽ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് പോകുന്ന ഭാഗത്ത് ഇതില്ല. ബോഡിയിൽ ഇങ്ങനെ ഇതുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു ചെറിയൊരു ബൂട്ടാസ് പോലെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് അത് കയ്യെ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈക്ക് വരുന്ന ഭാഗത്തിലല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കളറുള്ള ബ്ലൗസ്. കൈക്ക് പിടിപ്പിക്കാനില്ലേ, കയ്യെ വരുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു ബുട്ടാസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു കട്ട് വർക്കിൻ്റെ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഭാഗം കയ്യയ്ക്ക് മാത്രം വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ബൂട്ടാസും വന്നിട്ടുണ്ട്. ബോഡിയുടെ അല്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗത്ത് ആ ബൂട്ടാസ് ഇല്ല. നല്ല സാരിയല്ലേ ഇത്. എല്ലാവരും പറഞ്ഞതിൻ്റെ പ്രകാരം ഈ ഒരു സാരി മാത്രം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ഇഷ്ടംപോലെ സാരികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാ സാരികൾ. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇത് ഒത്തിരി റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള സാരികൾ വിചിത്ര സിൽക്കിൻ്റെ. പിന്നെ ഒത്തിരി സാരി വന്നിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ എപ്പോൾ കാണിച്ച് തീർക്കാനാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഒരു 3 വീഡിയോ ഒക്കെ വെച്ചെടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. അങ്ങേ വശത്തുമുണ്ട്, അങ്ങേ സൈഡിലെല്ലാം സാരീസിൻ്റെ സെക്ഷനുണ്ട്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.